ഹലോ. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ടാങ്ക് ക്ലീനിങ് ആയിരുന്നു. ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ വെള്ളം പൈപ്പ് വഴി തുറന്ന് വിട്ടിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയൊരു മോട്ടർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അടിപൊളി സാധനമാണ്. ഇതാണ് ആ സാധനം. ഇതിങ്ങനെ ആദ്യം നമ്മൾ ഈ വെള്ളം വരുന്ന പൈപ്പിൽ കുത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാണ്ട് സാധാ വെള്ളം പോണ പോലെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ നല്ല അടിപൊളി സാധനം കേട്ടോ. മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കോരിക്കളയണം, അല്ലെങ്കിൽ നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാലും അറിയാം. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോസ് അല്ല ഈ ടാങ്കൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ മോട്ടർ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ വെള്ളം ഓട്ടോമാറ്റിക്ക് പൊയ്ക്കോളും. സിമ്പിളില്ല പരിപാടിയാണ്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് മാറ്റുക എന്നുള്ളതാണ്. വെള്ളം കഴിയണ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതിലുള്ള കല്ലൊക്കെ അവരെ മേത്ത് തട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം മുറിയായിട്ടുണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ അത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിന്നിങ്ങനെ അവരെ ഈ പിടിച്ച് മാറ്റി വേറൊരു ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ അവരെ പിടിക്കുക എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റി, അതിന് ശേഷം രണ്ടാമത്തെ ആളെ പിടിച്ച്, ഒന്നാമത്തെ ആളെ പിടിക്കാനായിരുന്നു ഒന്നുകൂടിയും ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ആൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷമാണ് മോട്ടർ ഓണാക്കണത്. വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പാട പിടിച്ചിട്ടുണ്ട്. നല്ല ഇവർക്ക് നമ്മൾ മറ്റു ടൈപ്പ് ഫുഡ് കൊടുക്കണ കാരണം പെട്ടെന്ന് ഒരു വീക്ക് പോലും ശരിക്കും ടാങ്ക് നിൽക്കണില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് നശിഞ്ഞു പോകും. നശിക്കണേക്കാളുപരി നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അതിങ്ങനെ വീക്കിലി നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്രാവശ്യം നമുക്ക് കുറച്ചങ്ങോട്ട് ഒരു വീക്കിലേറെ പോയി. അത് കാരണമാണ് ഇത്രയും അഴുക്ക് വന്നത്. അപ്പോൾ ഈ ബക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവർ മരിച്ച പോലെ കിടക്കണതാണ് എല്ലാ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഒരിതുണ്ട്. എന്തായാലും വെള്ളത്തിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ചെളി കെട്ടിക്കിടക്കണുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളിങ്ങനെ വെള്ളമാക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വരും. ആദ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുണ്ട് കിടക്കണ കാരണമാണ് വെള്ളം വരാത്തത്. അപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കിയതിന് ശേഷം വെള്ളം ഇതുപോലെ വരും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പണി കുറവാണ്. മറ്റേത് ഒരു പകുതി ദിവസം തന്നെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണമെന്നുള്ളത്. അകത്തും പുറത്തും ഒക്കെ വെള്ളമായിരിക്കും. ഇപ്രാവശ്യം ഇത് നേരെ ഇതാക്കണ കാരണം എവിടെയും വെള്ളം ചിന്താനോ പിടിക്കാനോ ഒന്നുമില്ല. പിന്നെ ഒക്കെ നന്നായിട്ട് ഇരുന്നത് ഉരച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം അഴുക്കൊക്കെ അങ്ങോട്ട് പോയിക്കോളും. ബാക്കിയുള്ളത് ഫിൽറ്ററിലും ഉണ്ടാവും. അപ്പം നല്ല എളുപ്പത്തിൽ പരിപാടി തരും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ ഊരി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചെളിയായിരുന്നു. മീനുകളുടെ അഭിനയം തുടങ്ങിയിട്ടുണ്ട്. മരിച്ച പോലെ കിടക്കുകയാണ് ആശാന്മാർ. എന്തായാലും ഫിൽറ്ററിലും നന്നായിട്ട് ചെളി ഉണ്ടായി. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ടാങ്കിലെ വെള്ളം പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. മറ്റേത് ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. ഇങ്ങനെ ഓരോന്ന് കപ്പ് വെച്ച് നമ്മൾ കോരിക്കളയുകയാണെങ്കിലും അല്ല ഇനി ഇതുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇത് വെച്ച് യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ കളഞ്ഞായിരുന്നു. അപ്പോഴും ഒരുപാട് വെള്ളം ടൈമും എന്തൊക്കെ എടുത്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നല്ല സിമ്പിളായിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ മണ്ണൊക്കെ ഇട്ടത് കാരണം ചെളി നന്നായിട്ടുണ്ട് കണ്ടോ. അൺസൈക്കബിൾ. എന്തായാലും ഈ കുഞ്ഞി സാധനമാണ് ഇത്രയും പെട്ടെന്ന് ഈ പരിപാടി ഇതാക്കിയത്. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഴുക്ക് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ തന്നെ ഈ മണ്ണ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതിന് ശേഷം അത് നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് തന്നെ നമുക്കത് നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ആ വെള്ളത്തിൽ തന്നെ കഴുകി അത് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഫിറ്റ് ചെയ്താണ് നമുക്ക് വെള്ളം കളയാം. ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അത്ര വലിയ റിസ്കി പ്രോസസ്സിംഗ് ഒന്നുമല്ല. ക്ലീനിങ്ങും അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനും സാധിക്കും. എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഒത്തിരി മണ്ണ് കുടുങ്ങിപ്പോയി. കാരണം അടിയിൽ നിന്ന് നമ്മളിങ്ങനെ ഇതാക്കിയപ്പോൾ മണ്ണൊന്നായിട്ട് വന്ന മോട്ടറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അതാണ് വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വന്നത്. ഇല്ല വെള്ളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പോയിക്കോളും. വലിയൊരു വിഷയമുള്ള കേസൊന്നുമല്ല.